ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് പൊളിറ്റിക്കൽ സയൻസ് ആണ്. പൊളിറ്റിക്കൽ സയൻസിൻ്റെ +2 പൊളിറ്റിക്കൽ സയൻസിൻ്റെ സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളാണ് നമ്മളിന്ന് നോക്കുന്നത്. നമുക്കറിയാം, 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ഓഗസ്റ്റ് 15 PSCയുടെ ഒരു ക്വസ്റ്റ്യനാണ്, വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം നടത്തിയത് ആരാണ് എന്ന്. ആരായിരുന്നു? നമ്മുടെ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ് വിധിയുടെ കൂടിക്കാഴ്ച എന്ന പ്രസംഗം നടത്തിയത്. അദ്ദേഹം ഈ പ്രസംഗം നടത്തുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഒരു പ്രത്യേക സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു. വളരെ പ്രശ്നസങ്കീർണമായ സാഹചര്യത്തിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. ഇതിനു മുമ്പൊന്നും നടന്നിട്ടില്ലാത്ത വിധത്തിലുള്ള ആക്രമണവും മനുഷ്യക്കുരുതിയും ജനങ്ങളുടെ സ്ഥാനചലനവും വിഭജന ഫലമായിട്ട് ഉണ്ടായി. അപ്പം നമ്മളിനി നോക്കുന്നത് സ്വതന്ത്ര ഇന്ത്യ നേരിട്ട 3 പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നാണ്. എന്തൊക്കെയായിരുന്നു? ആദ്യമായിട്ട് പറയുന്നത് രാഷ്ട്ര നിർമ്മാണമാണ്. ഭൂഖണ്ഡാനുസൃത വലുപ്പവും വൈവിധ്യങ്ങളും നിറഞ്ഞ ഇന്ത്യയിൽ വൈവിധ്യങ്ങളെ തടസ്സപ്പെടുത്താതെ ഒരു ഏകീകൃത രാഷ്ട്രത്തിന് രൂപം നൽകുക എന്നുള്ളത് ഒന്നാമത്തെ വെല്ലുവിളിയായിരുന്നു. രണ്ടാമതായിട്ട് എന്തായിരുന്നു? ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് രൂപം നൽകുക എന്നുള്ളതാണ്. ജനങ്ങൾക്ക് അവകാശങ്ങളും വോട്ടവകാശവും ലഭ്യമാക്കുന്നതിനോടൊപ്പം സുസ്ഥിരമായ ജനാധിപത്യ സ്ഥാപനങ്ങൾക്ക് രൂപം നൽകുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ വെല്ലുവിളി. അടുത്തത് മൂന്നാമത്തേത് സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമവും ഐശ്വര്യവും ഉറപ്പാക്കലായിരുന്നു. നമ്മൾ 3 വെല്ലുവിളികൾ പറഞ്ഞു. അതിൽ ആദ്യം പറഞ്ഞത് രാഷ്ട്ര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട വെല്ലുവിളിയാണ്. അപ്പം അത് നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം: വിഭജനം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. നമ്മൾ ആദ്യം വിഭജനമാണ് നോക്കുന്നത്. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് ഇന്ത്യയെ 2ആയിട്ട് വിഭജിച്ചു. അങ്ങനെ പാകിസ്ഥാന്, ഇന്ത്യ എന്നീ 2 രാഷ്ട്രങ്ങൾ നിലവിൽ വന്നു. മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച ദ്വിരാഷ്ട്ര സിദ്ധാന്തം അനുസരിച്ചിട്ടാണ് ഇന്ത്യയെ 2ആയിട്ട് വിഭജിച്ചത്. അപ്പം മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച ദ്വിരാഷ്ട്ര സിദ്ധാന്തം അനുസരിച്ചിട്ടാണ് ഇന്ത്യയെ 2ആയിട്ട് വിഭജിച്ചത്. എന്താണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തം? അതാണ് നമ്മളിനി നോക്കുന്നത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും 2 മതവിഭാഗത്തിൽപ്പെട്ടവരും വ്യത്യസ്ത സംസ്കാരങ്ങൾക്ക് ഉടമകളുമാണ്. അവർ 2 വ്യത്യസ്ത ദേശീയതയ്ക്ക് ഉടമകളാണ്. വ്യത്യസ്ത ദേശീയത ഉള്ളവർക്ക് ഒരുമിച്ച് താമസിക്കുക എന്നത് എന്താണ്? അസാധ്യമായതുകൊണ്ട് മുസ്ലിങ്ങൾക്കായിട്ട് ഒരു പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കണം എന്നുള്ളതാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തം. അപ്പോൾ ദ്വിരാഷ്ട്ര സിദ്ധാന്തം എന്നാൽ എന്താണ്? ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ ഇവർ 2 മതവിഭാഗത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് വ്യത്യസ്ത സംസ്കാരങ്ങൾക്ക് ഉടമകളാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? 2 വ്യത്യസ്ത ദേശീയതയ്ക്ക് ഉടമകളാണ് എന്ന് ദ്വിരാഷ്ട്ര സിദ്ധാന്തം പറയുന്നു. അതുകൊണ്ട് എന്താണ്? വ്യത്യസ്ത ദേശീയത ഉള്ളവർക്ക് ഒരുമിച്ച് താമസിക്കുക അസാധ്യമായതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കണം എന്നുള്ളതാണ്. പാകിസ്ഥാൻ എന്ന പ്രത്യേക രാഷ്ട്രം വേണമെന്ന ഈ ആശയത്തെ കോൺഗ്രസ് എതിർത്തു. എന്നിരുന്നാലും പാകിസ്ഥാൻ രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശക്തമായ സമ്മർദ്ദം ഇന്ത്യ വിഭജനത്തിലേക്ക് നയിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഇന്ത്യയെ വിഭജിക്കുന്നത്. അപ്പോൾ ഈ വിഭജന പ്രക്രിയ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയെ 2ആയി വിഭജിക്കാനായിട്ടുള്ള തീരുമാനം വളരെ വേദനാജനകമായിരുന്നുവെന്ന് മാത്രമല്ല, നടപ്പിലാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളതും ആയിരുന്നു. മതഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ പാകിസ്ഥാനിലേക്കും ബാക്കിയുള്ള പ്രദേശങ്ങളെ ഇന്ത്യയിൽ നിലനിർത്താനും തീരുമാനിച്ചു. എങ്കിലും അതത്ര എളുപ്പമായിരുന്നില്ല. ഈ തീരുമാനം നടപ്പിലാക്കുന്നതിന് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിട്ടത് എന്ന് നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏക മേഖല എന്ന് ഒന്നില്ലായിരുന്നു. മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു മേഖല ഇല്ലായിരുന്നു. 2 മേഖലകളിലായിട്ടായിരുന്നു ഇവർ കേന്ദ്രീകരിച്ചിരുന്നത്. ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറും മേഖലയിൽ ആയതുകൊണ്ട് ഭൂമിശാസ്ത്രപരമായിട്ട് ബന്ധമില്ലാത്ത ഈ 2 മേഖലകൾ, ഇന്ത്യയുടെ പടിഞ്ഞാറ്, ഇന്ത്യയുടെ കിഴക്ക് മേഖലകൾ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ രൂപീകരിക്കാനായിട്ടാണ് തീരുമാനിച്ചത്. അങ്ങനെ പടിഞ്ഞാറൻ പാകിസ്ഥാന്, കിഴക്കൻ പാകിസ്ഥാന്, ഇതിൻ്റെ ഇടയിൽ ഇന്ത്യൻ ഭൂപ്രദേശം എന്ന രീതിയിലാണ് വിഭജിച്ചത്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളും പാകിസ്ഥാനിൽ ചേരുവാനായിട്ട് താല്പര്യം കാണിച്ചില്ല. വടക്കു പടിഞ്ഞാറ് അതിർത്തി പ്രവിശ്യ, വടക്കു പടിഞ്ഞാറ് ഇന്ത്യയിൽ
അവിടെ അതിർത്തി നേതാവായിട്ട് ആയിരുന്ന അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാന് ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന് എതിരായിരുന്നു. അദ്ദേഹം ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന് എതിരായിരുന്നു. എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് ഈ മേഖല പാകിസ്ഥാനിൽ ഉൾപ്പെടുത്തുകയാണ് ഉണ്ടായത്. മൂന്നാമതായിട്ട് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉണ്ടായിരുന്ന പഞ്ചാബിൽ, ബംഗാളിൽ മുസ്ലിങ്ങളല്ലാത്തവർ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലും ഉൾപ്പെട്ടിരുന്നു. അവസാനം ഈ 2 പ്രദേശങ്ങളും വിഭജിക്കേണ്ടതായിട്ട് വരികയും ചെയ്തു. നാലാമത്തെ പ്രശ്നം, 2 രാജ്യങ്ങളുടെയും അതിർത്തിയിൽ ഉണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടു. പാകിസ്ഥാന്റെ അതിർത്തിയിൽ ഉണ്ടായിരുന്ന ഹിന്ദുക്കളും സിഖുകാരും ഇന്ത്യയുടെ അതിർത്തിയിൽ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളും ആക്രമിക്കപ്പെട്ടു. വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് അവരുടെ ജന്മനാട് വിട്ട് ഇന്ത്യയിലേക്കോ പാകിസ്ഥാനിലേക്കോ പലായനം ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്തു. പാകിസ്ഥാന്റെ അതിർത്തിയിലുള്ള ഹിന്ദുക്കളും സിഖുകാരും ഇന്ത്യയിലേക്കും ഇന്ത്യയുടെ അതിർത്തിയിലുള്ള മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്കും പലായനം ചെയ്യേണ്ടതായിട്ട് വന്നു. ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇന്ത്യയുടെ വിഭജനത്തിന് കാരണമായിട്ടുള്ള സിദ്ധാന്തം ഏതാണ്? ദ്വിരാഷ്ട്ര സിദ്ധാന്തമാണ്. അതുപോലെ ഇത് മുന്നോട്ട് വെച്ചത് ആരാണ്? മുസ്ലിം ലീഗാണ്. ഓർത്തിരിക്കുക. ഇനി വിഭജനത്തിൻ്റെ പ്രത്യാഘാതങ്ങളാണ് നമ്മൾ നോക്കുന്നത്. 1947 ഇന്ത്യയും പാകിസ്ഥാനെയും സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിൻ്റെ വർഷം മാത്രമായിരുന്നില്ല, ദുരന്തത്തിൻ്റെയും കൂടി വർഷമായിരുന്നു. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ദുരന്തമായ മനുഷ്യ കൈമാറ്റമായിരുന്നു 1947 നടന്നത്. മതത്തിൻ്റെ പേരിൽ ഒരു തത്വദീക്ഷയുമില്ലാതെ ആൾക്കാർ പരസ്പരം ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്തു. ലാഹോർ, അമൃത്സർ, കൽക്കട്ട എന്നീ നഗരങ്ങൾ വർഗീയ മേഖലകളായിട്ട് വിഭജിക്കപ്പെട്ടു. ലാഹോർ, അമൃത്സർ, കൽക്കട്ട. ഹിന്ദുക്കളും സിഖുകാരുമുള്ള മേഖലകളിൽ നിന്നും മുസ്ലിങ്ങൾ വിട്ടുനിന്നു. അതുപോലെ മറിച്ചു. സ്വന്തം ജന്മസ്ഥലം ഉപേക്ഷിച്ച് 2 രാജ്യങ്ങളിലേക്കും പോകേണ്ടി വന്നവർക്ക് വളരെയധികം യാതന അനുഭവിക്കേണ്ടതായിട്ട് വന്നു. മതിയായ യാത്രാ സൗകര്യങ്ങൾ അവർക്ക് ഉണ്ടായില്ല. അതുപോലെ കാൽനട ഉൾപ്പെടെയുള്ള എല്ലാ യാത്രാമാർഗങ്ങളും അവർക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വന്നു. അവരുടെ യാത്രയിൽ അവർ ഒരിക്കലും സുരക്ഷിതരായിരുന്നില്ല. യാത്രയിൽ അവർ ആക്രമിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ഒക്കെ ചെയ്തു. അപ്പോൾ വിഭജനം എന്നത് എന്തായിരുന്നു? എല്ലാ അർത്ഥത്തിലും വളരെ ദാരുണമായിരുന്നു. 2 രാജ്യങ്ങളിലേക്കുമായി വിഭജനം മൂലം ഏകദേശം 80 ലക്ഷം ആൾക്കാർ പലായനം ചെയ്തു, കുടിയേറി പാർക്കേണ്ടി വന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. വിഭജനവുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളിൽ 5 മുതൽ 10 ലക്ഷം വരെ ആൾക്കാർ മരിച്ചതായിട്ട് കണക്കുകൾ വെളിപ്പെടുത്തുന്നു. മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഹിംസാത്മക വിഭജനമായിട്ട് ഇത് മാറി. പാകിസ്ഥാൻ എന്ന ഒരു പ്രത്യേക മുസ്ലിം രാഷ്ട്രം രൂപീകൃതമായിട്ട് ആയെങ്കിലും ഇന്ത്യയിലെ ജനസംഖ്യയുടെ 12% മുസ്ലിങ്ങളായിരുന്നു. ഇന്ത്യയുടെ ജനസംഖ്യയുടെ 12% എന്താണ്? മുസ്ലിങ്ങളായിരുന്നു. അപ്പം പാകിസ്ഥാൻ എന്ന ഒരു പ്രത്യേക മുസ്ലിം രാഷ്ട്രം ഉണ്ടായി. രൂപീകൃതമായതിനു ശേഷവും എന്താണ്? ഇന്ത്യയിലെ 12% മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. കൂടാതെ മറ്റ് മത ന്യൂനപക്ഷ വിഭാഗങ്ങളും ഇന്ത്യയിലുണ്ടായിരുന്നു. പാകിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രമായപ്പോൾ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകണമെന്ന് വാദിച്ചവർ ഇന്ത്യയിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭൂരിഭാഗം നേതാക്കളും ഈ ആവശ്യം അംഗീകരിച്ചില്ല. അങ്ങനെ ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു മതേതര രാഷ്ട്രമായിട്ട് തീരുകയാണ് ഉണ്ടായത്. ഇപ്പോൾ വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ, ഇന്ത്യ ഉണ്ടായി. അതിനുശേഷം എന്താണ്? ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായത്. ഇന്ത്യ ഒറ്റയൊരു രാഷ്ട്രമായിട്ടല്ല ഉണ്ടായിരുന്നത്, നാട്ടുരാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താണ്? ഈ നാട്ടുരാജ്യങ്ങളെയൊക്കെ സംയോജിപ്പിക്കണം. അപ്പോൾ രണ്ടാമത്തെ പ്രശ്നം എന്താണ്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനമാണ്. ബ്രിട്ടീഷുകാരുടെ കോളനിയായിരുന്ന ഇന്ത്യയിൽ 2 മേഖലകളായിരുന്നു പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യ 2 മേഖലകളായിട്ട് തിരിക്കാമായിരുന്നു. എങ്ങനെയാണ്? ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളും അതുപോലെ നാട്ടുരാജ്യങ്ങളും. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയ മേഖലകളാണ്. നാട്ടുരാജ്യങ്ങൾ എന്താണ്? ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് നാട്ടുരാജാക്കന്മാർ ഭരണം നടത്തിയ മേഖലകൾ. അങ്ങനെ 2 മേഖലകളായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത്. ഇന്ത്യ സ്വതന്ത്രമായതോടുകൂടി 565 നാട്ടുരാജ്യങ്ങൾ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൽ നിന്നും സ്വതന്ത്രരായി. അപ്പം 565 നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു. അവരും എന്താണ്? ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൽ നിന്ന് സ്വതന്ത്രമായി. എന്നാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം അനുസരിച്ച്, ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതോടെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ഒന്നുകിൽ ചേരാം, അല്ലെങ്കിൽ എന്താണ്? സ്വതന്ത്ര രാഷ്ട്രമായിട്ട് നിലനിൽക്കാമെന്നുണ്ടായിരുന്നു.
ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം അല്ലായിരുന്നു ഉണ്ടായിരുന്നത്, മറിച്ച് എന്താണ്, രാജാക്കന്മാർക്കായിരിക്കും എന്നുണ്ടായിരുന്നു. ഏകീകൃത ഇന്ത്യയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറിയ ഒരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമായിരുന്നു ഇത്. ഉടൻ തന്നെ പ്രശ്നങ്ങൾ ആരംഭിച്ചു. എന്താണ്, തിരുവിതാംകൂർ നാട്ടുരാജ്യം ഒരു സ്വതന്ത്ര രാഷ്ട്രമായിരിക്കുമെന്ന് അവിടുത്തെ ഭരണാധികാരി പ്രഖ്യാപിച്ചു. തൊട്ടടുത്ത ദിവസം ഹൈദരാബാദിലെ നൈസാമും സമാനമായിട്ടുള്ള പ്രഖ്യാപനം നടത്തി. ഭോപ്പാലിലെ ഭരണാധികാരിയായിരുന്ന നവാബ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചേരാൻ വൈമനസ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ അനേകം ചെറു രാജ്യങ്ങളായി വിഭജിക്കപ്പെടാനായിട്ടുള്ള സാധ്യതയാണ് നാട്ടുരാജാക്കന്മാരുടെ പ്രതികരണത്തിൽ നിന്നും ഉയർന്നു വന്നത്. ഈ സാഹചര്യങ്ങളോട് ഇന്ത്യയിലെ ഗവൺമെൻറ് പ്രതികരിച്ചത് ഏത് സമീപനത്തിലൂടെയാണ് എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ നാട്ടുരാജ്യങ്ങളായിട്ട് നിന്നിരുന്ന പ്രദേശങ്ങളെ എങ്ങനെ ഇന്ത്യയിലേക്ക് സംയോജിപ്പിച്ചു എന്നുള്ളതാണ് നമ്മളിനി നോക്കുന്നത്. ഇന്ത്യ അനേകം നാട്ടുരാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെടാനായിട്ടുള്ള സാധ്യതയ്ക്കെതിരെ വളരെ ശക്തമായ നിലപാടാണ് ഇടക്കാല ഗവൺമെൻറ് സ്വീകരിച്ചത്. എല്ലാ നാട്ടുരാജ്യങ്ങളെയും സംയോജിപ്പിച്ചിട്ട് സ്വതന്ത്ര ഇന്ത്യയെ ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രമാക്കുക എന്നതായിരുന്നു ഗവൺമെൻറ്റിൻ്റെ നിലപാട്. ഇന്ത്യ ഒരൊറ്റ രാഷ്ട്രമായിട്ട് ആക്കുക എന്നുള്ളതായിരുന്നു ഗവൺമെൻറ്റിൻ്റെ നിലപാട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നിലപാടും മുകളിൽ പറഞ്ഞത് തന്നെ ആയിരുന്നു. INCയുടെ നിലപാടും എന്താണ്, ഇത് തന്നെയായിരുന്നു. ഇന്ത്യയെ ഒരൊറ്റ ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു. ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ, അദ്ദേഹം നാട്ടുരാജ്യങ്ങളുടെ സംയോജന പ്രക്രിയയിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചു. വളരെ ഉറച്ചതും അതേസമയം നയതന്ത്രപരമായിട്ടുള്ള സമീപനത്തിലൂടെയാണ് അദ്ദേഹം വിവിധ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം നടത്തിയത്. അപ്പോൾ നമുക്ക് നോക്കാം, സർദാർ വല്ലഭായ് പട്ടേൽ എന്താണ് 1875 മുതൽ 1950 വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെയും ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെയും നേതാവായിരുന്നു. അതുപോലെ ഗാന്ധിജിയുടെ അനുയായിയായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഇദ്ദേഹമായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാലും ആഭ്യന്തരമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാലും സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ ഇദ്ദേഹമാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പ്രധാന പങ്ക് വഹിച്ചത്. ഇന്ത്യയിൽ ലയിക്കുന്നതിന് വേണ്ടി നാട്ടുരാജ്യങ്ങൾ ഒപ്പിട്ട് നൽകേണ്ടിയിരുന്ന സമ്മതപത്രമായിരുന്നു ലയന കരാർ, ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസഷൻ എന്ന് പറയും. എന്താണ്, ഇന്ത്യയിലെ ലയിക്കുന്നതിന് വേണ്ടി നാട്ടുരാജ്യങ്ങൾ ഒപ്പിട്ട് നൽകേണ്ടിയിരുന്ന ഒരു സമ്മത പത്രമാണ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസഷൻ അല്ലെങ്കിൽ ലയന കരാർ. ബഹുഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ഈ ലയന കരാറിൽ ഒപ്പുവെച്ചിട്ട് ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർന്നു. എന്നാൽ ചില നാട്ടുരാജ്യങ്ങൾ ഇതിൽ നിന്നും വിട്ടുനിന്നു. ജുനഗഡ്, കാശ്മീർ, ഹൈദരാബാദ്, മണിപ്പൂർ ഇവരൊക്കെ ഈ ഒരു ലയന കരാറിൽ ഒപ്പിട്ടില്ല. അപ്പോൾ ഈ പ്രദേശങ്ങളെ എങ്ങനെയായിരിക്കാം ഇന്ത്യയിൽ ലയിപ്പിച്ചത്, ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ചത് എങ്ങനെയായിരിക്കാം? ജുനഗഡിനെ എങ്ങനെയാണ് ലയിപ്പിച്ചത് എന്ന് നമുക്ക് നോക്കാം. ജുനഗഡിൽ ജനഹിത പരിശോധന നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജുനഗഡിനെ അവിടുത്തെ ജനങ്ങളുടെ അഭിലാഷ പ്രകാരം ഇന്ത്യയിൽ ലയിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പം അവിടുത്തെ ജനങ്ങൾക്ക് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ജുനഗഡിനെ ഇന്ത്യയിലേക്ക് ലയിപ്പിച്ചു. ഇനി ഹൈദരാബാദ്. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിൽ ഏറ്റവും വലുതായിരുന്നു ഹൈദരാബാദ്. അവിടുത്തെ ഭരണാധികാരിയായിരുന്ന അദ്ദേഹത്തിൻ്റെ പേര് നൈസാം എന്ന സ്ഥാനപ്പേരാണ് നൈസാം എന്ന്. അദ്ദേഹം ലോകത്തിലെ തന്നെ സമ്പന്ന വ്യക്തികളിൽ ഒരാളായിരുന്നു. തൻ്റെ രാജ്യമായിട്ടുള്ള ഹൈദരാബാദിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് നിലനിർത്താൻ അദ്ദേഹം ആഗ്രഹിച്ചു. അപ്പോൾ ഇദ്ദേഹം ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നില്ല. ഇതേ സമയം നൈസാമിനെതിരെ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിനകത്തു നിന്നുള്ള സമരം ശക്തമായി. നൈസാമിനെതിരെയുള്ള സമരത്തിൻ്റെ സിരാകേന്ദ്രം ഹൈദരാബാദ് പട്ടണമായിരുന്നു. റസാക്കർ എന്നറിയപ്പെടുന്ന അർദ്ധ സൈനിക വിഭാഗത്തെ ഉപയോഗിച്ചുകൊണ്ട് നൈസാം എന്തു ചെയ്തു? ഈ ജനകീയ സമരത്തെ അടിച്ചമർത്താനായിട്ട് ശ്രമിച്ചു. റസാക്കർമാർ നടത്തിയ ക്രൂരതകൾക്ക് അതിരില്ലായിരുന്നു. കൊള്ളയും കൊലയും ബലാത്സംഗവും നടത്തിയ അവർ മുഖ്യമായി ലക്ഷ്യമിട്ടത് മുസ്ലിങ്ങളല്ലാത്തവരെയാണ്. സ്ഥിതിഗതികൾ വഷളായപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സൈനികമായ ഇടപെടൽ നടത്തി. ഏതാനും ദിവസത്തെ രൂക്ഷമായ പോരാട്ടത്തിന് ശേഷം നൈസാം കീഴടങ്ങുകയും ഹൈദരാബാദിനെ ഇന്ത്യയിൽ ലയിപ്പിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്.
ഇനി നമുക്ക് മണിപ്പൂരിൻ്റെ കാര്യം നോക്കാം. സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് മണിപ്പൂരിലെ മഹാരാജാവായിരുന്നത് ബോധചന്ദ്ര സിംഗ് ആയിരുന്നു. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് മണിപ്പൂരിലെ മഹാരാജാവ്. പൊതുജന അഭിപ്രായത്തിന് വഴങ്ങി 1948 ജൂണിൽ അവിടെ പൊതു തെരഞ്ഞെടുപ്പ് നടത്തി നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. അങ്ങനെ മണിപ്പൂരിൽ ഭരണഘടനാപരമായ രാജവാഴ്ച നിലവിൽ വന്നു. മണിപ്പൂരിനെ ഇന്ത്യയിൽ ലയിപ്പിക്കുന്ന കാര്യത്തിൽ അവിടുത്തെ നിയമനിർമ്മാണ സഭയിൽ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുകയുണ്ടായി. മണിപ്പൂരിലെ സ്റ്റേറ്റ് കോൺഗ്രസ് ലയനത്തെ പിന്തുണച്ചു. മണിപ്പൂരിലെ സ്റ്റേറ്റ് കോൺഗ്രസ് ഉണ്ടായിരുന്ന അവർ ഈ ലയനത്തെ പിന്തുണച്ചു. എന്നാൽ മറ്റ് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ ലയനത്തിന് എതിരായിരുന്നു. അപ്പം സ്റ്റേറ്റ് കോൺഗ്രസ് മാത്രം ലയനത്തെ പിന്തുണച്ചു. ബാക്കിയുള്ള പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ ലയനത്തിന് എതിരായിരുന്നു. ഇന്ത്യ ഗവൺമെൻറ് ഈ പ്രശ്നം തന്ത്രപരമായിട്ട് പരിഹരിക്കാനായിട്ട് ശ്രമിച്ചു. മഹാരാജാവിനെ കൊണ്ട് 1949 സെപ്റ്റംബറിൽ ലയന കരാറിൽ ഒപ്പിടിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് വിജയിച്ചു. അപ്പോൾ അദ്ദേഹം മഹാരാജാവ് 1949 സെപ്റ്റംബറിൽ ലയന കരാറിൽ ഒപ്പിടുകയാണ് ഉണ്ടായത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു നടപടി വളരെയധികം വിദ്വേഷത്തിനും എതിർപ്പിനും കാരണമാവുകയും അതിൻ്റെ അലയൊലികൾ മണിപ്പൂരിൽ ഇന്നും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. മണിപ്പൂരിൽ ഇന്നും അതിൻ്റെ ഒരു അലയൊലികളൊക്കെ നിലനിൽക്കുന്നുണ്ട്. മണിപ്പൂർ കലാപമൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. ഇനി നമ്മൾ നോക്കുന്നത് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയാണ്. രാഷ്ട്രനിർമ്മാണവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ പ്രശ്നം സംസ്ഥാന പുനഃസംഘടനയായിരുന്നു. ആദ്യമായിട്ട് പഴയ മദ്രാസ് പ്രവിശ്യയിലെ തെലുങ്ക് സംസാരിക്കുന്ന മേഖലകളെ മദ്രാസ് സംസ്ഥാനത്തിൽ നിന്നും വേർപെടുത്തി പ്രത്യേക ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണം എന്നുള്ള ആവശ്യമായിരുന്നു ആദ്യം വന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. പ്രത്യേക ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണം എന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തിയ പ്രസ്ഥാനം വിശാൽ ആന്ധ്ര പ്രസ്ഥാനം എന്നാണ് അറിയപ്പെട്ടത്. അപ്പം ആദ്യമായിട്ട് ആന്ധ്രാപ്രദേശ് എന്നുള്ള ഒരു സംസ്ഥാനം വേണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ച പ്രസ്ഥാനം വിശാൽ ആന്ധ്ര പ്രസ്ഥാനമാണ്. ആന്ധ്ര മേഖലയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭാഷാ അടിസ്ഥാനത്തിലുള്ള പുനഃസംഘടനയെ അനുകൂലിച്ചു. മദ്രാസ് പ്രവിശ്യ നമുക്ക് നോക്കാം. ഭരണസൗകര്യത്തിനായിട്ട് ബ്രിട്ടീഷുകാർ രൂപീകരിച്ചതും അതുപോലെ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതുമായിട്ടുള്ള പ്രവിശ്യയായിരുന്നു മദ്രാസ്. ഇന്നത്തെ തമിഴ്നാട്, കേരള, ആന്ധ്രാപ്രദേശ്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുടെ ഭാഗങ്ങളും ഉൾപ്പെടുന്നതായിരുന്നു മദ്രാസ് പ്രവിശ്യ. അപ്പോൾ മദ്രാസ് പ്രവിശ്യയിൽ 4 സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ടിരുന്നു: തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, കർണാടക. ജനങ്ങൾ തെരുവിലിറങ്ങി അതുപോലെ ആന്ധ്ര മേഖലയിലാകെ അക്രമാസക്തമായ സമരങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് 1952 ഡിസംബറിൽ പ്രത്യേക ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കുകയുണ്ടായി. അപ്പം 1952 ആണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി പോരാടിയ ഒരു വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. ഇദ്ദേഹം 1952 കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. ഗാന്ധിയനും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്നു. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ജോലി ഉപേക്ഷിച്ച വ്യക്തിയാണ്. മദ്രാസ് പ്രവിശ്യയിലെ ക്ഷേത്രങ്ങൾ ദളിതർക്ക് തുറന്നു കൊടുക്കുന്നതിനു വേണ്ടി 1946 ഉപവാസ സത്യാഗ്രഹം നടത്തി. പ്രത്യേക ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി 1952 ഒക്ടോബർ 19 അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. സത്യാഗ്രഹ സമരത്തിനിടയിൽ അദ്ദേഹം 1952 ഡിസംബറിൽ മരണപ്പെടുകയുണ്ടായി. ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ രൂപീകരണം ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള സമരം രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പടർന്നു പിടിക്കുവാൻ ഇടയാക്കി. ഈ സമരങ്ങൾ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരു സമിതി രൂപീകരിക്കാനായിട്ട് ഗവൺമെൻറ്റിനെ നിർബന്ധിതമാക്കി. അങ്ങനെ വരുന്നതാണ് സംസ്ഥാന പുനഃസംഘടനാ സമിതി. ഇത് വരുന്നത് 1953 സംസ്ഥാനങ്ങളുടെ അതിർത്തി ഭാഷയുടെ അടിസ്ഥാനത്തിൽ പുനർനിർണയിക്കണമെന്ന് ഈ സമിതി ശുപാർശ ചെയ്തു. സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956 പാസ്സാക്കി. അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസ്സാക്കുന്നത് എന്നാണ് 1956. സംസ്ഥാന പുനഃസംഘടനാ സമിതി വരുന്നത് 1953. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസ്സാക്കുകയും ചെയ്തു. ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്ര ഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു.
അപ്പോൾ ആദ്യമായിട്ട് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ആദ്യം നിലവിൽ വരുന്നത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യ നാളുകളിലുണ്ടായിരുന്ന എല്ലാ ആശങ്കകളും അടിസ്ഥാനരഹിതമാണ് എന്ന് കാലം തെളിയിച്ചു. തന്നെയല്ല, ഇന്ത്യൻ ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെയും നേതൃത്വത്തിൻ്റെയും സ്വഭാവത്തെ താഴെ പറഞ്ഞ രീതിയിൽ ഈ തീരുമാനം സ്വാധീനിച്ചു. നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് സംസാരിക്കുന്ന വരേണ്യവർഗത്തിൽ നിന്നും രാഷ്ട്രീയത്തിലേക്കും അധികാരത്തിലേക്കുമുള്ള വഴി സാധാരണ ജനങ്ങൾക്ക് തുറന്നു കിട്ടി. ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള പുനഃസംഘടന സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഏകീകൃതമായ ഒരു മാനദണ്ഡം രൂപപ്പെടുത്തുവാനായിട്ട് സഹായിച്ചു. ദേശീയ ഐക്യം തകരുമെന്ന് ചിലർ കരുതിയെങ്കിലും അതിന് വിരുദ്ധമായിട്ട് ഈ തീരുമാനം ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുന്നതിന് കാരണമായി. 1956 സംസ്ഥാന പുനഃസംഘടനയെ തുടർന്ന് എല്ലാ ഭാഷാ പ്രദേശങ്ങൾക്കും അവർക്കിഷ്ടമുള്ള രീതിയിൽ സംസ്ഥാനങ്ങളായിട്ട് മാറാനായിട്ട് കഴിഞ്ഞില്ല. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു 1956 സംസ്ഥാന പുനഃസംഘടന നടക്കുന്നു, 14 സംസ്ഥാനങ്ങൾ ഉണ്ടാകുന്നു, 6 കേന്ദ്രപ്രദേശങ്ങൾ ഉണ്ടാകുന്നു. ഇതിന് ശേഷവും എന്താണ്, ഭാഷാ അടിസ്ഥാനത്തിലൊക്കെ എന്താണ് പുതിയ സംസ്ഥാനങ്ങൾ വേണമെന്നുള്ള ആവശ്യം പിന്നെയും പല പ്രദേശങ്ങളിൽ നിന്നായിട്ട് ഉയർന്നു വന്നു. അങ്ങനെ 1960 ഗുജറാത്തി മാത്രം സംസാരിക്കുന്നവർക്ക് വേണ്ടി ഗുജറാത്ത് എന്ന സംസ്ഥാനം രൂപപ്പെട്ടു. അപ്പം ഗുജറാത്ത് രൂപം കൊള്ളുന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1960 പിന്നീട് 1964 പഞ്ചാബിൽ നിന്നും ഹിന്ദി മേഖലകളായ ഹരിയാന, ഹിമാചൽ പ്രദേശ് ഒഴിവാക്കി പഞ്ചാബി ഭാഷ മാത്രം സംസാരിക്കുന്നവർക്ക് വേണ്ടി പഞ്ചാബ് എന്ന സംസ്ഥാനം രൂപപ്പെട്ടു. ചുരുക്കത്തിൽ വിവിധ ഭാഷാ പ്രദേശങ്ങളുടെ ശക്തമായ ആവശ്യങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും മുന്നിൽ പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടു. ക്രമേണ ഭാഷ മാത്രമല്ല, പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് അടിസ്ഥാനമാക്കിയത് പ്രാദേശിക സംസ്കാരം, വികസനത്തിലെ അസന്തുലിതാവസ്ഥ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെടുകയാണ് ഉണ്ടായത്. വിശാല ആന്ധ്ര പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട തെലുങ്ക് ഭാഷക്കാരുടെ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശായും പിന്നീട് 2014 അത് വിഭജിച്ച് ആന്ധ്രാപ്രദേശ് വിഭജിച്ച് തെലുങ്കാന സംസ്ഥാനവും രൂപീകൃതമായി. ഇതുകൊണ്ടൊന്നും സംസ്ഥാന പുനഃസംഘടന അവസാനിച്ചുവെന്ന് പറയാൻ കഴിയില്ല. അപ്പം നമുക്ക് പറയാൻ കഴിയുന്നത് എന്താണ്, പുതുതായിട്ട് രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? 2014 തെലുങ്കാനയാണ്. അപ്പം ഇവിടെ വെച്ചും എന്താണ്, ഈ തെലുങ്കാന രൂപപ്പെട്ടെന്ന് കരുതി സംസ്ഥാന പുനഃസംഘടന അവസാനിച്ചു എന്ന് പറയാനായിട്ട് കഴിയില്ല. കാരണം എന്താണ്, രാജ്യത്തിൻ്റെ പല മേഖലകളിലും പ്രത്യേക സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭം ഇപ്പോഴും തുടരുന്നുണ്ട്. ഉദാഹരണം, മഹാരാഷ്ട്രയിലെ വിദർഭ, ഉത്തർപ്രദേശിലെ ഹരിത പ്രദേശ്, പശ്ചിമ ബംഗാളിലെ വടക്കൻ മേഖല.